കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം ഡിസംബർ 17-ന് ആരംഭിക്കും. ഉത്സവത്തിന് മുന്നോടിയായി പാടിയിൽ പണി പൂർത്തിയായി. കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിൽ ഒന്നാണ് ഇത്. കഴിഞ്ഞ വർഷത്തെ തിരുവപ്പന ഉത്സവത്തിന് ശേഷം ആൾപ്രവേശനമില്ലാത്ത പാടിയിൽ പുല്ലും ഈറ്റയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുര നിർമ്മിച്ചു. പാടിയിൽ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങുകളാണ് ഇത്. അടിയന്തരക്കാർ, ചന്ദൻ, കരക്കാട്ടിടം വാണവർ എന്നിവർക്കുള്ള സ്ഥാനിക പന്തലുകളും ഒരുക്കിയിട്ടുണ്ട്. 17 രാവിലെ മുതൽ താഴെപ്പൊടിക്കളത്തെ മടപ്പുരയിൽ തന്ത്രി പോർക്കളത്തിലെത്ത സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ശുദ്ധി, വാസ്തുബലി, ഭഗവതി സേവ, ഉഷപൂജ, നവകം, ഉച്ചപൂജ, ദീപാരാധന എന്നീ ചടങ്ങുകൾ നടക്കും. കോമരം ഉറഞ്ഞുതുള്ളി പയങ്കുറ്റി വെച്ച ശേഷം അഞ്ചിലം അടിയന്മാർ ഇരുവശത്തും ചൂട്ടുപിടിച്ച് കളിക്കപ്പാട്ടോടുകൂടി പാടിയിൽ പ്രവേശിക്കും. ഈ പാടിപ്പണി ഇന്നലെയോടുകൂടെ തീർന്നു. ഇന്ന് രാവിലെ ചന്തൻ 2 ആളെ 500 കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത്തവണ ഉത്സവത്തോട് കൂടുതൽ പാർക്കിങ്ങിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഏർപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു. ഇപ്രാവശ്യം ഇതാക്കാടി ഒരു 40% കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ആവശ്യമുണ്ട്. അതുപോലെ എല്ലാ സമയത്തും 24 മണിക്കൂർ CCTV സംവിധാനമുണ്ട്. പാടിയിലും താഴെയും വഴിക്കും എല്ലാ സ്ഥലത്തും CCTV സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഇപ്രാവശ്യ പ്രത്യേകത വനംവകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി പാടിയിൽ തന്നെ 4 ബയോ ടോയ്ലറ്റ് കൊണ്ട് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അത് കുറേ കാലമായി ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അത് ഇപ്രാവശ്യം അതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവം നടക്കുന്ന പാടിയിലും താഴെ പൊടിക്കളത്തും കുന്നത്തൂർ കവലയിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. സുരക്ഷയ്ക്ക് മുന്നോടിയായി പോലീസും വനവകുപ്പും പാടിയിൽ പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. പാർക്കിങ്ങിനായി വിപുലമായ ക്രമീകരണവും ഒരുക്കിക്കഴിഞ്ഞു. ദിവസവും ഉച്ചയ്ക്കും രാത്രിയും താഴെ പൊടിക്കളത്ത് വെച്ച് അന്നദാനമുണ്ടായിരിക്കും. ഉത്സവത്തെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 15-ന് ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.